നെറ്റ് പിണയിരുന്ന് അറിഞ്ഞതുകൊണ്ട് നേരത്തെ വന്നതാ. കേൾക്കുന്നുണ്ടോ? കുറച്ച് പണി അധ്വാനിക്കാന്ന് വെച്ച് കഴിഞ്ഞ തവണ ചെയ്തപ്പോഴേ എന്താ പറയുക, എൻ്റെ നെറ്റ് 2-3 തവണ ഡിസ്കണക്ട് ആയി. അപ്പോൾ ലൈവ് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ലോഗിൻ ചെയ്തതാണ്. ഞാൻ ആ സമയത്ത് ലേറ്റ് ആണല്ലോ വെച്ചിട്ട്. നമസ്കാരമുണ്ട്. കേട്ടോ നന്നായി എന്ന് പറയാൻ. ഹായ് ഷൈബി. ഞാൻ പാടുന്നൊന്നുമില്ല, എൻ്റെ ചോദ്യമാണ്. ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കച്ചറുണ്ടാക്കില്ലേ? ഹായ് വിവിധ. ഹായ് അഞ്ജു. സമയത്തിന് വിലയൊക്കെ ഇല്ലേ? നിങ്ങൾ പതുക്കെ വന്നാൽ മതി 12 മണിക്ക്. ഹലോ സിൽവി ചേച്ചി, നമസ്കാരം. വരത്തില്ലെന്ന് ഞാനെപ്പോ പറഞ്ഞു? ആ എന്നോടല്ലേ? സമാധാനം. ഞാൻ ടോവിനെ വിളിച്ചോണ്ട് ഇരുത്താം അവിടെ. അത് പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഒരു ചോദ്യം പോയി. മറവികളെന്തിനോ ഹരിതമായി ഉപബോധകിരികളെ അതികൂടലഹരി ഹൃദയമാം തുടർകാലങ്ങളിൽ. ഏത് കമന്റാണ് അഞ്ജു ഞാൻ വായിക്കാതിരുന്നത്? നോക്കട്ടെ. തളർത്തല്ലേ മൊത്തേ. നിങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞത് എന്നോടല്ലല്ലോ. ആ നേരത്തെ വന്ന് പറ്റിക്കുന്നു. നേരത്തെ വന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തപ്പോഴേ എൻ്റെ ലൈവ് കണക്ട് ആയി 2 തവണ നെറ്റ് പോയി. അപ്പൊ നേരത്തെ വന്നതാ. ശ്രീദേവി നമ്പ്യാർ ഹലോ. നിഷിബ ഹായ്. 12 പേര്. സീന സിയാദ്, ധൃതി രമേശ്, ബിനോ മാത്യു ഹായ്. എൻ്റെ പൊന്നോ ഷിജു, നമസ്കാരം. പവിത്ര നേരത്തെ ലുക്കിനെ പറ്റി പറഞ്ഞോണ്ട് ഒരു കാര്യം പറയട്ടെ.
ഞങ്ങളുടെയൊക്കെ സൂപ്പർവൈസേഴ്സ് ഉണ്ടേ, നമ്മളെ മോറലി ബൂസ്റ്റാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കില്ലാത്തതൊക്കെ പൊക്കി പറയും. നമ്മൾ വിചാരിക്കും ഓ ഞാൻ തന്നെയാണിതെന്ന് സംശയിക്കും. എന്നാൽ പോലും ഓ സന്തോഷം കൊണ്ട് ചിലപ്പം പണി എടുപ്പിക്കാനുള്ള ഒരു അടവ് മാത്രമാണത്. ഞാൻ എന്നാൽ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഒരു അഡ്രസ്സിന്റെ ഒരു ഭാഗം തരാം. അത് ആരുടെ അഡ്രസ്സാന്ന് പറയണം. ചോദ്യം കേൾക്കുന്നുണ്ടോ? ഒരു അഡ്രസ്സിന്റെ ഒരു ഭാഗം തരാം, അത് ആരുടെ അഡ്രസ്സാന്ന് പറയണം. മരണം വരെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ മാത്രം എവിടെയാണ് ഇത്രയ്ക്കധികം ഭക്ഷണം? ഹായ് ശ്രീദേവി. അഡ്രസ് 221B. അഡ്രസ് 221B. എന്റെ അഡ്രസ്സ് എന്റെ നാട്ടിലേക്ക് അയച്ചാൽ മതി, എന്റെ വീട്ടിലേക്ക് എത്തിക്കോളും. നിഷാദ് വാല, ഷെർലക് ഹോംസ്, സഞ്ജു, രഞ്ജിമ, ബേക്കർ സ്ട്രീറ്റ്, ശ്രീദേവി നമ്പ്യാർ, ഷെർലക് ഹോംസ്, ഷിജു, ജോബു, ഡൗൺ സ്ട്രീറ്റ്. ബ്രിട്ടീഷ് PM ഓ? നിഷിബ, നിഷി, ഷിജു, രമ്യ, സുധീഷ്. ഇത് ബിലാത്തിയൊക്കെ തന്നെയാണ്. പക്ഷെ ബിലാത്തി അല്ലല്ലോ ആള്. ഉത്തരം ഷെർലക് ഹോംസ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് നിഷാദാണ്. ബേക്കർ സ്ട്രീറ്റ് അതിന് ബാക്കിയാണ്. രഞ്ജുമ പറഞ്ഞു. ആളുകളൊക്കെ വന്നോട്ടെ വെച്ചാൽ വളരെ സിമ്പിളായ ചോദ്യം ആദ്യം ചോദിച്ചതേ ഉള്ളൂ. ഒരു പ്രശസ്ത ഇംഗ്ലീഷ് കവിത, മലയാളത്തിലെ ഒരു കവി, കാണുന്നുണ്ട് എത്രാമതായിട്ടെന്ന് പറഞ്ഞാല് എനിക്ക് ആദ്യം ഉത്തരം വന്നത് നിഷാദിന്റെ ആണ്. പിന്നെ ആരായിരുന്നു പറഞ്ഞു? നിഷാദ് ആദ്യം ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഞ്ജു, രഞ്ജിമ, ബേക്കർ സ്ട്രീറ്റ് പറഞ്ഞു. ശ്രീദേവി നമ്പ്യാർ, ഷെർലക് ഹോംസ് പറഞ്ഞു. ഷിജു, ജോബു, ഡൗൺ സ്ട്രീറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഞ്ചാമതാണ് രമ്യ ഭാരതിയുടെ ഉത്തരം വന്നത്. വളരെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് പറയാം. അത് ഏതാണ് സിനിമ എന്നാണ് പറയേണ്ടത്. ഭാഷയൊന്നും പറയുന്നില്ല, ഏത് ഭാഷയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സിനിമയിലെ ഒരു പ്രമുഖ താരമാണ്. അദ്ദേഹത്തിന് ഒരു തിരക്കഥാ മത്സരത്തിൽ ജൂറിയായി പോയപ്പോൾ കയ്യിൽ കിട്ടിയൊരു തിരക്കഥയാണ്. അത് അദ്ദേഹത്തിന്റെ പാർട്ട്ണർക്ക് കൊടുത്തു. ആ പാർട്ട്ണർ അവർ സംവിധാനം ചെയ്തു. ആ തിരക്കഥയുടെ പേര് ടു ബ്രൈഡ്സ് എന്നാണ്. ആ സിനിമയുടെ പേരെന്താണ്? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സിനിമയിലെ ഒരു താരം ഒരു തിരക്കഥാ മത്സരത്തിൽ ജൂറിയായി പോയി. അതില് സമ്മാനം കിട്ടിയ ഒരു തിരക്കഥ അദ്ദേഹത്തിന്റെ പാർട്ട്ണറെ ഏൽപ്പിച്ചു. അവരത് സംവിധാനം ചെയ്തു. ആ തിരക്കഥയുടെ പേര് ടു ബ്രൈഡ്സ് എന്നാണ്. ആ സിനിമയുടെ പേരെന്താ? ആണല്ല, പെണ്ണ്. ഋഷഭ് പ്രകാശ് ആയി. ശ്രീദേവി നമ്പ്യാർ, ലാപ്പത്ത ലേഡീസ്. ഷിജു, ജോബു, ലാപ്പത്ത ലേഡീസ്. പവിത്ര വണ്ണി, ആണ് അല്ല. രമ്യ ഭാരതി, ലാപ്പത്ത ലേഡീസ്.
രമ്യ ഭാരതിക്കല്ലേ ഓർഡർ ഉണ്ട്. രമ്യ ഭാരതിയുടെ ഉത്തരം വന്നത് 5-ാമതായിട്ടാണ്, 4-ാമതായിട്ടാണ്. ലാപ്പത്ത ലേഡീസിന് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? ബ്രൈഡ് വാസ് നിഷിബ ലിഷു. ഞാൻ സിനിമ കേട്ടിട്ടില്ല. ഇതാണ് പുതിയൊരാള്. കിംതേസ് ഫോൾ ഡ്രെഷാജ്. ഹായ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇപ്പൊ ഉത്തരം ലാപ്പത്ത ലേഡീസ് ആണ്. ആദ്യ ഉത്തരം പറഞ്ഞത് ശ്രീദേവിയാണ്. ഇനി ഞാനൊരു സിനിമയെ കുറിച്ച് ചോദിക്കാം. അത് ഏത് സിനിമ എന്ന് പറയണം. മലയാളത്തിലെ പ്രശസ്തമായ ഒരു സിനിമയാണ്. ഒരു കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗം തൊഴിലാളികൾക്കിടയിലുള്ള അന്ധവിശ്വാസം കാണിക്കുന്ന സിനിമയാണ്. അത് ഒരു മറ്റൊരു നോവലിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ആ സിനിമയുടെ തിരക്കഥ എഴുതിയുള്ളത് SL പുരം സദാനന്ദനാണ്. ആ സിനിമ ഏതാണ്? ഹായ് വിപ്ലവ്. വിപ്ലവ്, ഇറ്റ്സ് ഗുഡ് ടു it is good to know that you are here. Hi. विप्लव, आपका आवाज आ रहा है? ഞാൻ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഇതിന്റെ ഇടയിൽ ചോദ്യം മിസ്സാക്കിയോ? ചോദ്യം ആരും കേട്ടില്ല. ശ്രീദേവി ഒന്നും മിണ്ടാതിരിക്കൂ. ഞാൻ വായിച്ചു. ശ്രീദേവി ചെമ്മീൻ പറഞ്ഞു. നിഷാദ് കാട് പറഞ്ഞു. ആശാദേവി ഈസ് വാച്ചിങ്. ആശാദേവി ആദ്യമായിട്ടാണ് തോന്നുന്നു. ആശ മനു. പെട്ടെന്ന് എല്ലാവരും പോയ പോലെ സൈലന്റ് ആയി പെട്ടെന്ന് ചോദിച്ചു. ഉത്തരം ചെമ്മീനാണ്. ആരും കണ്ടിട്ടില്ല തോന്നുന്നു. ഞാൻ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. ശ്രീദേവിക്ക് 2 പോയിന്റ്. ഒന്നുകൂടി ചോദിക്കാം. എന്തായാലും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗം തൊഴിലാളികൾക്കിടയിലുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ ബേസ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തുള്ള നോവലാണ്. അത് SL പുരം സദാനന്ദന്റെ തിരക്കഥയിൽ സിനിമയായി വന്നു. അത് ഏതാണ് സിനിമ എന്ന് ചോദിച്ചത്. ഉത്തരം ചെമ്മീൻ. ശ്രീദേവി പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിക്കാം. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിത ഉണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ലീവ്. അത് മലയാളത്തില് പലരും വിവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ വിവർത്തനം എഴുതിയത് ആരാണെന്ന് പറയണം.
മനോഹരം മഹാവനം ഇരുണ്ടകാതമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. ഇതാരെഴുതിയത്? മനോഹരം മഹാവനം ഇരുണ്ടകാതമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. ഇതാരെ എഴുതിയെന്ന് പറയും? ഹായ് സോണി തൊടുക. നിഷാദ് കടമ്മനിട്ട, ശ്രീദേവി, നെഹ്റു മലയാളത്തിൽ എഴുതാൻ തുടങ്ങിയോ? മഞ്ജു ശ്യാം കടമ്മനിട്ട, സിബി മൈക്കിൾ കടമ്മനിട്ട, ബിനോ മാത്യു കടമ്മനിട്ട, ശ്രീദേവി നമ്പ്യാർ കടമ്മനിട്ട. കുറെ പേര് വരുന്നതൊക്കെ കാണുന്നുണ്ട്, അധികം പേര് മിണ്ടുന്നത് കാണുന്നില്ല, മെസ്സേജ് കാണുന്നില്ല. ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ. ആദ്യം ഉത്തരം പറഞ്ഞത് നിഷാദാണ്. നിഷാദിനും ശ്രീദേവിക്ക് 2 പോയിന്റ് വീതമായി. സിന്ധു ശശീന്ദ്രൻ കടമ്മനിട്ട പറഞ്ഞു. ഇനി ഒരു പാട്ടിനെ കുറിച്ചൊരു ചോദ്യം. 2000 പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ജി വേണുഗോപാൽ ആലപിച്ച പാട്ടാണ്. 2000 ഇറങ്ങിയ മലയാളം സിനിമ. അത് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ജി വേണുഗോപാൽ ആലപിച്ച. ആ പാട്ടില് കാണുന്ന 2 ആക്ടേഴ്സ്, ഒന്ന് നന്ദിതാദാസും മനോജ് കെ ജയനും. നിങ്ങളല്ലേ പട്ടാളം? അതന്നെ. നിഷി കടമനിട്ട് പറഞ്ഞു. ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറഞ്ഞ നിഷാദാണ്. നിഷാദിന് പോയിന്റ് കൊടുത്തു. പവിത്രയും അനുപമയും കനകമന്ത്രികൾ പറഞ്ഞു. മഞ്ജു ശ്യാം കണ്ണകി, ശ്രീദേവി നമ്പ്യാർ പുനരധിവാസം കനകമന്ത്രികൾ. സിന്ധു ശശീന്ദ്രൻ ആവർത്തിക്കാമോ എന്ന് ചോദിച്ചതുകൊണ്ട് 2000 ഇറങ്ങിയ ഒരു മലയാള സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ജി വേണുഗോപാൽ ആലപിച്ച ഒരു പാട്ടാണ്. അതിൽ അഭിനയിച്ചുള്ളത് നന്ദിതാദാസും മനോജ് കെ ജയനാണ്. അത് ഏതാണ് പാട്ട് എന്നാണ് ചോദ്യം. ഞാൻ മൂടുന്ന പാട്ടൊന്നുമല്ല, അത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. ജ്ഞാപകം, ബിനോ മാറ്റി ജ്ഞാപകം ഏതാത്? തമിഴിലെ പാട്ടല്ലേ, ഓട്ടോഗ്രാഫിലെ പാട്ടല്ലേ? ജ്ഞാപകം വെറുതെ, ജ്ഞാപകം വെറുതെ. ജംഷന് നേരത്തെ ഞാനൊന്ന് മൂളിയപ്പോ എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്ട് പോയി. കനകമന്ത്രികൾ. ഇത്തരം കനകമന്ത്രികളാണ്. അധികം പേര് ഉത്തരം പറഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യം പറഞ്ഞത് പവിത്രയാണ്. ഈ പവിത്രയ്ക്കും ഒരു പോയിന്റ്. പുനരധിവാസം, സിനിമ പുനരധിവാസമാണ്. അയ്യോ, പാടി നീ സമയം പറയും. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു
പുലരിയിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. 1992 പുറത്തിറങ്ങിയ അതേ പേരിലുള്ള നോവലിന്റെ പേരിൽ പുറത്തിറങ്ങിയ സിനിമ. ഇത് ചിത്രീകരിച്ചിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട സ്ഥലം കേരളത്തിലല്ല. അതിലൊരു കവിത ഭയങ്കര എല്ലാവരും പാടി നടന്നിട്ടുണ്ടായിരിക്കും, കേട്ട് നടന്നിട്ടുണ്ടായിരിക്കും. ആ സിനിമയിലെ കവിത ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനമാണ്. സിനിമയുടെ പ്രധാന പ്ലോട്ട് കേരളത്തിലല്ല. സിനിമയുടെ പ്രധാന പ്ലോട്ട് കേരളത്തിലല്ല എന്നുള്ളതൊരു പ്രധാന ക്ലൂ ആണ്. സിനിമയുടെ പേരും നോവലിന്റെ പേരും ഒന്നാണ്. ലേഖ, അനുപമ, നിഷാദ് എല്ലാവരും ദൈവത്തിന്റെ വികൃതികൾ പറഞ്ഞു. രാത്രിമഴ പറഞ്ഞിരിക്കുന്നത് രാത്രിമഴ കവിതയല്ലേ സുഗതകുമാരിയുടെ? മഴ ഫിലിം സാബിറ ലത്തീഫ്. ഇത് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ സിമ്പിളാക്കി ഇട്ടതാണ്. ഷൈബി, ദൈവത്തിന്റെ വികൃതികൾ സദാനന്ദ് കുമാർ പറയുന്നു. ഉത്തരം ദൈവത്തിന്റെ വികൃതികളാണ്. ആദ്യം പറഞ്ഞത് ലേഖയാണ്. ലേഖയ്ക്ക് 1 പോയിന്റ്. ഇപ്പൊ നിഷാദിനും ശ്രീദേവിക്കും 2 പോയിന്റ്. പവിത്ര, ലേഖ ഓരോ പോയിന്റ്. കണ്ണാടിപ്പൂക്കളൊന്നുമല്ല, ദൈവത്തിന്റെ വികൃതികളാണ്. വർഷം 1992. പക്ഷെ ആക്ച്വലി വർഷം അല്ലായിരിക്കും ഇതിൽ പ്രധാന പോട്ട് കേരളത്തിലെ സ്ഥലമല്ല എന്നതായിരുന്നു പ്രധാന ക്ലൂ. ദൈവത്തിന്റെ വികൃതികൾ. 4 സിനിമകൾ പറയാം. അതിൽ ഓഡ് വൺ ഏതാന്ന് പറയണം. ഓഡ് വൺ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 പോയിന്റ് ഉണ്ടായിരിക്കും. മീൻസ് ഓഡ് വൺ ഏതാണ്, അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ 1 പോയിന്റ്. ഉത്തരം കംപ്ലീറ്റ് പറയണം. 4 സിനിമകൾ പറയാണ്. പെരുവഴി അമ്പലം, കൂടെ ഇവിടെ, ഞാൻ ഗന്ധർവൻ, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്. പെരുവഴി അമ്പലം, കൂടെ ഇവിടെ, ഞാൻ ഗന്ധർവൻ, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്. ഇരുളിൻ മഹാനിധിയിൽ, അത് ഞാൻ പറഞ്ഞ കവിത. അതിലെ സിൽവി ചേച്ചി. ലേഖ, ഞാൻ ചോദിച്ചത് 4 സിനിമ ഉണ്ട്. പെരുവഴി അമ്പലം, കൂടെ ഇവിടെ, ഞാൻ ഗന്ധർവൻ, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്. നിഷാദ്, സദാനന്ദൻ കുമാർ, ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് പറഞ്ഞു. ഞാൻ കാരണം ചോദിച്ചിരുന്നു. ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് പത്മനാഭൻ വാസ് നോട്ട് ദ ഡയറക്ടർ. സാബിറ ലത്തീഫ്, ഞാൻ ഗന്ധർവൻ, വിനോ മാത്യു, കൂടെ ഇവിടെ, ശ്രീദേവി, തണുത്ത വെളുപ്പാൻ കാലത്ത് പത്മരാജനല്ല, വിനോ മാത്യു പത്മരാജനല്ല എഴുത്ത്, ഞാൻ ഗന്ധർവൻ പത്മരാജൻ ഡയറക്ടർ ചെയ്ത്, ബാക്കിയെല്ലാം തിരക്കഥ മാത്രം. ആക്ച്വലി ഈ 4 സിനിമയുടെയും തിരക്കഥ എഴുതിയുള്ളത് പത്മരാജൻ തന്നെയാണ്. ഉത്തരം തണുത്ത വെളുപ്പാൻ കാലത്താണ്. തണുത്ത വെളുപ്പാൻ കാലത്തിന്റെ തിരക്കഥ സംവിധാനം ജോഷിയാണ്. ബാക്കിയെല്ലാം പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതിന്റെ പോയിന്റ് ആക്ച്വലി നിഷാദിനാണ്. ശ്രീദേവി ശരിയാണ്, ജോഷിയുടെ പടമാണ്.
ഇനിയൊരു ഒരു സ്റ്റോറി ഞാൻ പണ്ട് വായിച്ചതാണ്. ഞാൻ ഒരു 10-20 വർഷം മുമ്പ് ഞാൻ വായിച്ചതായിരിക്കും. ഈ കവിത എനിക്ക് അത്ര പ്രിയപ്പെട്ടത് വിഷയമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു കുറിപ്പ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് ഈ കവി ഒരു ബാറിലെങ്ങാനിരുന്ന് മദ്യപിക്കെന്തോ ആയിരുന്നു. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അങ്ങേരുടെ അടുത്ത് വന്നു. എന്നിട്ട് മൂപ്പരുടെ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിന്റെ കഥ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അവളുടെ വിവാഹ സമയത്ത് കൊടുക്കാനായിട്ട് ഒരു കവിത എഴുതി തരുമെന്ന് വെച്ചു. അപ്പൊ ആ ബാറിൽ ഇരുന്നിട്ട് ആ കവി ഒരു 4 വരി എഴുതിയിട്ട് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാളത് വായിച്ചിട്ട് അവിടെ പൊട്ടിക്കരഞ്ഞു എന്നാണ് ഞാൻ ഓർമ്മക്കുറിപ്പിൽ വായിച്ചിട്ടുള്ളത്. ഒരു വിപ്ലവവും പ്രണയവും ഒക്കെ എഴുതിയുള്ള ഒരു കവിയാണ്. ഈ കവിത ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കര ശബ്ദം വരുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റാത്ത വിധത്തില്. ഞാൻ ചോദിച്ചത് കവിത ഏതാണ് കവിത എന്നാണ് ചോദിച്ചത്. സിൽവി മൈക്കിൾ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അനുപമ മോഹൻ, ആനന്ദധാര, ലേഖ ആനന്ദ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ആനന്ദലഹരി, നിഷാദ്, ചിദംബര സ്വർണ്ണ, എല്ലാവരും ചുള്ളിക്കാടിൽ പിടിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ കവിത വായിക്കാത്ത ഞാനൊഴിച്ച് എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ഉത്തരം ആദ്യം പറഞ്ഞത് അനുപമയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആനന്ദധാര. ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താണെന്താണ് എന്നെന്നോ പാദപാത്രം നിരത്തെ ഇതൊരു കവിതയാണ്. ഇത് ബുദ്ധിജീവികളുടെ ലൈവ് ഒന്നല്ല, ഇത് കൂടുതൽ സിമ്പിൾ ആയിരിക്കും. ഇത് നമ്മളൊക്കെ എവിടെയെങ്കിലും വായിച്ചിട്ടോ കണ്ടിട്ടോ പഠിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ എഴുതിയുള്ളത്. അല്ലാണ്ട് ഞാനിതൊന്നും വായിക്കുന്ന ആളല്ല, കവിത ഒന്നും വായിക്കുന്ന ആളേ അല്ല. ഈ കവിത എന്റെ സമയത്ത്, അതായത് 90കളിലെ ആദ്യത്തില് ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടതാണ്. അത് പഠിക്കാണ്ടായിരുന്നെന്ന് തോന്നുന്നത്. അത് ഒരു വരി പറയാം, അത് ഏത് കവിത എന്ന് പറഞ്ഞാൽ മതി. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. ഇത് ഏതാ കവിത? ഒരുപാട് കോഴികളാണ് അവിടെ. ശ്രീദേവി നമ്പ്യാർ കോഴി, മോഹൻ കോഴി, സിൽവി മൈക്കിൾ കടന്നിട്ട കോഴി. ടു ഓൾഡ് 87 പ്രൊഡക്റ്റാണ് ഇവര്. ലേഖ കാവ്യനേറ്റി, കടമ്പിനിട്ട കോഴി, അമൽ എബ്രഹാം, കുഞ്ഞുണ്ണി മാഷ്. ഞാനൊരു കുഞ്ഞുണ്ണി മാഷിന്റെ ഒന്നും എനിക്കൊന്നും ഓർമ്മ വന്നില്ല. ഞാൻ ഇതൊക്കെ ഇപ്പൊ കുറച്ച് മുമ്പ് എഴുതിയിട്ടുണ്ടാക്കിയിട്ടുള്ളൂ. ഉത്തരം കോഴി. സിൽവി ചേച്ചി കടമ്പിനിട്ട കോഴി പറഞ്ഞു. ചോദ്യത്തിൽ കവിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ പോയിന്റ് ശ്രീദേവി കൊടുത്തു. ഒരു 2 വരി പറയാം, അത് ഏതാ കവിത എന്ന് പറയാം. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ
പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഏയ് പുള്ളി കോഴിയല്ല. ആരാണ് കോഴി അല്ലാത്തത്? ആരാണ് കോഴി? നിഷാദ് വാള കഴിഞ്ഞ ഉത്തരം കാവ്യനീതി പറഞ്ഞു. ഉത്തരം കോഴിയായിരുന്നു. ശ്രീദേവി പറഞ്ഞു. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചുട്ടാ. ഒരു 2 വരി പറഞ്ഞു. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. കവിതയാണ് ചോദിച്ചത്. കവിത. നിഷാദ് വാഴക്കുല, സിബി മൈക്കിൾ ചങ്ങമ്പുഴ, ശ്രീദേവി വഴക്കുക ടൈപ്പായിരിക്കും അല്ലേ? സിബി മൈക്കിൾ വാഴക്കുല, സുഗതകുമാരി, അമൽ അബ്രഹാം. ഞാൻ ചോദിച്ചത് കവിതയാണ്. എനിക്കൊരു സെക്കൻഡ് തരണേ. ഞാനുള്ള കവികളുടെ പേരിടും ലക്കിന് ശരിയായാലോ? ഞാൻ കവിയുടെ പേര് ചോദിച്ചില്ല അമൽ. കവിത ഏതാണ് ചോദിച്ചത്? വാഴക്കുലയാണ് ഉത്തരം. നിഷാദ് പറഞ്ഞു. ചങ്ങമ്പുഴ, വാഴക്കുല, നിഷിബ വളരെ ലേറ്റായി. ഒരു കവിതയെ കുറിച്ച് തന്നെ ചോദിക്കാം. ഇത് എഴുതിയ ആള് ജനിച്ചത് എൻ്റെ നാട്ടിലാണ്. എന്താ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വികസനം വരുമ്പോഴൊക്കെ എപ്പോഴും സാധാരണ പലരും ഉണ്ടല്ലോ വികസനത്തിനെ എതിർക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ പറയുന്നത്. പ്രകൃതി നശിക്കുന്നു എന്നൊക്കെയുള്ള പോലെ. അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടില്, അതായത് 10-60 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു കവിതയാണ്. അന്ന് എൻ്റെ മലപ്പുറം ജില്ലയൊന്നും ഇല്ല. പക്ഷേ മലപ്പുറം ജില്ലയുടെ മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു പ്രധാന കണക്ടിവിറ്റിയും സാമ്പത്തിക രംഗത്തും ഗതാഗത രംഗത്തൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു. അതിനെതിരെ ഒരു കവി രചിച്ച കവിതയാണ്. കവിതയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. ആ സ്ഥലത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് കവിതയുടെ പേര്. ഒരു പ്രധാന നിർമ്മിതിയാണ്. അതേ സ്ട്രക്ചർ കേരളത്തിൽ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ആ കവിതയുടെ പേരാണ് ചോദിക്കുന്നത്. അതെന്ത് നിർമ്മിതി പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമായിരിക്കും. നീതു ഭൂമിക്കൊരു ചർമ്മഗീതം പറഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ നാടെന്ന് പറഞ്ഞു. ഭയങ്കര കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു. എൻ്റെ നാട് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവില്ലല്ലോ അല്ലെ? ഇത് ഭൂമിക്കൊരു ചർമ്മഗീതം. ശ്രീദേവി, കുറ്റിപ്പുറം പാലം. അജിത്ത് വന്നത് ഞാൻ കണ്ടില്ലല്ലോ. അജിത്ത് അങ്ങനെ ഒളിച്ചാണ് വന്നത്. അനുപമ, കുറ്റിപ്പുറം പാലം. ഉത്തരം കുറ്റിപ്പുറം പാലം. ഇടശ്ശേരി എഴുതിയതാണ്. ഇടശ്ശേരി ജനിച്ചത് കുറ്റിപ്പുറത്താണ്. പിന്നെ മൂപ്പര് നാട് വിട്ടുപോയി. നാടറിയില്ല, സാറില്ല. ഇനി അടുത്തൊരു ചോദ്യം ഒരു സിനിമയെ കുറിച്ചാണ്. ആ സിനിമയുടെ പേര് പറയണം. അമൽ അബ്രഹാം സ്പന്ദിക്കുന്ന അസിയോടെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് എറിഞ്ഞു നോക്കിയതാണോ? ഉത്തരം കുറ്റിപ്പുറം പാലം. ശ്രീദേവിക്ക് പോയിന്റ് കൊടുത്തു. മലയാളത്തിലെ ഒരു പ്രമുഖ ചെറുകഥ, അതിനെ ആസ്പദമാക്കി എടുത്ത സിനിമയായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഒരു ക്ലാസിക് മൂവി ആയിരുന്നു.
അതിനുശേഷം 40 വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് ആ സിനിമ ആ കഥയുടെ അതേ പേരിൽ തന്നെ വീണ്ടും സിനിമയാക്കി എടുത്തു. ഒരു ചെറുകഥയുടെ പ്രമുഖ എഴുത്തുകാരന്റെ ചെറുകഥയാണ്. ആ ചെറുകഥയെ ആസ്പദമാക്കി എടുത്ത സിനിമ 60കളിൽ എടുത്തു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ആ സിനിമ ആ ചെറുകഥയുടെ അതേ പേരിലും വീണ്ടും എടുത്തു. സിനിമ ഏതാണെന്ന ചോദ്യം. അനുപമ, നീലവെളിച്ചം, അജിത് ഭാർഗവി നിലയം, ലേഖ ജസ്റ്റിൻ ഭാർഗവി നിലയം, ശ്രീദേവി ഭാർഗവി നിലയം. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. ആദ്യം നേരത്തെ ആരോ പറഞ്ഞല്ലോ ഇവിടെ ബുദ്ധിജീവികൾക്കുള്ളതാണെന്ന് ചോദ്യം. നിഷാദ് റിപ്പീറ്റ് ചോദിച്ചിരുന്നു. നിഷാദ് ഞാൻ ചോദിച്ച ചോദ്യം ഒരു പ്രമുഖ ചെറുകഥയെ ആസ്പദമാക്കിയിട്ട് 60കളിൽ എടുത്തൊരു സിനിമയാണ്. ആ സിനിമ ആ ചെറുകഥയുടെ അതേ പേരിൽ കഴിഞ്ഞ വർഷം വീണ്ടും എടുത്തു. അത് ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഭാർഗവി നിലയം. ചെറുകഥയുടെ പേര് നീലവെളിച്ചം. ആക്ച്വലി എൻ്റെ ക്വസ്റ്റ്യനിൽ ആദ്യം ഒത്തിരി ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു തോന്നുന്നു. അജിത് രാജ് ഭാർഗവി നിലയം പറഞ്ഞിട്ടുണ്ട്, അനുപ മോഹൻ നീലവെളിച്ചം പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ രണ്ടുപേർക്കും പോയിന്റ് കൊടുക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ? ബഷീറിന്റെ നീലവെളിച്ചം പവിത്ര പറയുന്നു. രണ്ടും ശരിയാണ്. രാഘവൻ നമ്പ്യാർ ഹായ്. ആരോ ബുദ്ധിജീവികൾക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള വളരെ ഫേമസ് ആയുള്ള ഒരു പാട്ടിന്റെ 2 വരി പറയാം. എല്ലാവരും ഉത്തരം പറയുമെന്ന് അറിയാൻ വേണ്ടി മാത്രം. 2 വരി പറയുന്നു. അത് ഏതാണ് സിനിമ എന്ന് പറയണം. അല്ല, ഏതാണ് സിനിമ എന്നല്ല, ഏതാണ് പാട്ട്. വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ഉത്തരം പറയാൻ ആർക്കെങ്കിലും പറ്റില്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടി മാത്രം ഒരു ചോദ്യം ചോദിച്ചതാണ്. ഇതൊരു ഒരാൾ ഒരു ഉത്തരം പറയില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. ജിഷാസ് റിജോ ഞാൻ ലേറ്റ് ആണ്, തീരാറായി. അടുത്ത ചോദ്യം. സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം മണലിന്റെ ആർദ്രമാം മാറിടത്തിൽ. സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം മണലിന്റെ ആർദ്രമാം മാറിടത്തിൽ. ഇതേത് പാട്ടാണ് എന്നാണ് ചോദ്യം. ഒരു കല്യാണം. ബിരിയാണി കഴിച്ചിട്ട് വരികയായിരിക്കും അല്ലേ ജിഷ? പൊട്ടിത്തകർന്നൊരു വളരെ സിമ്പിളായ ചോദ്യമാണ്. മോഹൻ മഴ കൊണ്ട് മാത്രം, സെൽവി മഴ കൊണ്ട് മാത്രം, അജിത് രാജ് ഒരു കുഞ്ഞുപൂവിൻ്റെ ഇപ്പൊ വന്നിട്ട് ചോദ്യം കേട്ടില്ലെന്നോ? സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം മണലിന്റെ ആർദ്രമാം മാറിടത്തിൽ. ഇത് ഏതാണ് പാട്ട് എന്നാണ് ചോദിച്ചത്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിൽ മാത്രം. അനുപമയാണ് ആദ്യം പറഞ്ഞത്. ഞാൻ പോയിന്റ് നില ഒന്ന് പറയാം. ശ്രീദേവി 5 പോയിന്റ്, നിഷാദ് 4 പോയിന്റ്, അനുപമ 3 പോയിന്റ്, പവിത്ര, ലേഖ, അജിത് രാജ് ഓരോരോ പോയിന്റ്. എല്ലാവർക്കും ഉത്തരം പറയാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ചൊരു ചോദ്യമായിരുന്നു. പക്ഷെ അതിന് വളരെ കുറച്ച് ഉത്തരേ വന്നുള്ളൂ. തീരുമാനം.
ശ്രീദേവി നമ്പ്യാർ വളരെ ലേറ്റായി. അച്ചു ഇവൻ ചോദ്യം കേട്ടില്ല, തീർന്നല്ലോ. മലയാളത്തിലെ ഒരു എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്വേഷണ ത്രില്ലർ മൂവിയാണിത്. ഇതൊരു ബ്രിട്ടീഷ് എഴുത്തുകാരിയുടെ കഥയെ ആസ്പദമാക്കി മലയാളത്തിൽ എഴുതിയതാണ്. ഇത്ര ക്ലൂവിൽ ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലൂ തരുന്നില്ല. വളരെ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അന്വേഷണ മൂവിയാണ് മലയാളത്തിലെ. ബ്രിട്ടീഷ് എഴുത്തുകാരിയുടെ കഥയെ മൂലകഥയാക്കി എടുത്തിട്ട് എഴുതിയ സിനിമയാണ്. ആ കഥയുടെ പേര് നോ മോട്ടീവ് എന്നായിരുന്നു. ഡംഷാർട്സ് കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു സിനിമ പേരാണിത്. നിഷാദ്, പവിത്ര, അജിത് എല്ലാവരും ഉത്തരം പറഞ്ഞു. മലയാളത്തിലെ ഇത്രയ്ക്കും മികച്ചൊരു അന്വേഷണ സിനിമ അറിയില്ലായിരിക്കും. ജിഷ, ശ്രീദേവി ഉത്തരം. സിനിമ ഉത്തരം ആണ്. നിഷാദ് ആദ്യം പറഞ്ഞു. ഇപ്പൊ നിഷാദിനും ശ്രീദേവിക്ക് 5 പോയിന്റ് വീതമുണ്ട്. അനുപമ 3 പോയിന്റ്. ഭയങ്കര ഫേമസ് ആയ ഒരു മലയാള സിനിമയാണ്. ഭയങ്കര ഫേമസ് ആയി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ഹംഗറിയിലെ സിംഫണി ഓർക്കസ്ട്രയാണ്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ഹംഗറിയിലെ സിംഫണി ഓർക്കസ്ട്രയാണ്. ഇന്ത്യയുടെ പുറത്ത് ആദ്യമായി ഒരു സിനിമയുടെ രാജ്യത്തിന് പുറത്ത് ആദ്യമായിട്ട് ഒരു സിനിമയുടെ BGM രേഖപ്പെടുത്തിയതും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ സിനിമയുടെ സംവിധായകന് കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ വരെ ഒരു സ്ഥാനമുണ്ട്. ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ. നിഷാദ്, ശ്രീദേവി, അനുപമ എല്ലാവരും ഗുരു പറഞ്ഞു. ഇത്തരം പറയുന്നവർക്ക് എവിടെ പോയി? ഉമാസ് നാരായണൻ വാച്ചിങ്. ഹായ്. നമ്മുടെ ടെമ്പറേച്ചർ ഏറ്റവും കൂടിയ ദിവസം 45 ഡിഗ്രി ആയിട്ടുണ്ടാവും. ഉത്തരം ഗുരു. ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് നിഷാദ്. മുർഷിദ, പ്രവീൺ, ഉമായസ് നാരായണൻ എല്ലാവരും ഗുരു. ഡൈന, റഹീം. ഇനി ഒരു സിനിമയെ കുറിച്ച് പറയാം. സംവിധായകന്റെ പേരൊന്നും പറയില്ല, അതല്ല നിങ്ങൾക്കുള്ള ക്ലൂ ആണ്. അത് ഏത് ചെറുകഥയെ ബേസ് ചെയ്തിട്ട് എടുത്തതാണ് ആ സിനിമ എന്ന് പറയണം. ചെറുകഥയുടെ പേരാണ് പറയേണ്ടത്. ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ വീഡിയോ പോസ് ചെയ്യുന്നതായിരിക്കില്ല നിഷാദ്. കറണ്ട് ഉണ്ടല്ലോ, വൈഫൈ കണക്ട് ആണ്.
അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? വേറെ ആർക്കെങ്കിലും ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണോ കേൾക്കുന്നത്? വേറെ ആർക്കെങ്കിലും ലേഖ, പവിത്ര, അജിത്, ശ്രീദേവി ആർക്കെങ്കിലും വീഡിയോ പോസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്? ഈസി ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എല്ലാവരും മിണ്ടാതിരിക്കല്ലേ? ഇടയ്ക്ക് പോസ് ആകുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു പാട്ട് മൂളിയിരുന്നു. അത് പക്ഷെ ഒരാൾ ഇവിടെ അത് പറഞ്ഞു, പക്ഷെ ചോദ്യം അതൊന്നും ആയിരുന്നില്ല. ഇടയ്ക്കുണ്ടായിരുന്നു. ഞാനൊരു ചെറുകഥയെ കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. ആ ചെറുകഥയുടെ പേരിൽ ആസ്പദമാക്കി സിനിമ റിലീസായത് 1973 സംവിധായകന്റെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു അത്. സംവിധായകനായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. ഈ സിനിമയ്ക്ക് 2 ദേശീയ അവാർഡുകളും 4 സംസ്ഥാന അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരു ചെറുകഥയെ കുറിച്ചാണ്. ആ ചെറുകഥയെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ്. ഈ സംവിധായകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്. 1973 സിനിമ റിലീസ് ചെയ്തത്. ഈ സിനിമയ്ക്ക് 2 ദേശീയ അവാർഡുകൾ കിട്ടി, 4 സംസ്ഥാന അവാർഡുകൾ കിട്ടി. മുർഷിദ പ്രവീൺ, ഞാനും ജനിച്ചിട്ടുണ്ടായിരുന്നു. 4 സംസ്ഥാന അവാർഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചെറുകഥയുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം മറ്റുള്ളവർക്കുള്ള ക്ലൂ ആയിരിക്കും. ശ്രീദേവി നമ്പ്യാർ, നിർമ്മാല്യം, നീലത്താമര, നിർമ്മാല്യം. ഞാൻ ചോദിക്കുന്ന ചെറുകഥയുടെ പേരാണ് എന്റെ ചോദ്യം, സിനിമയുടെ പേരല്ല. ഇനി വേണമെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്യാം. ഉത്തരം കംപ്ലീറ്റ് ആക്കൂ. പവിത്ര ഉണ്ണി നേരത്തെ ആണോന്ന് ചോദിച്ചു, ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നു. ഞാൻ കണ്ടുപിടിക്കാം ക്വസ്റ്റ്യന്, ഞാൻ ഉത്തരം പറയാം. ശരദിന്ദുനാളം തെളിഞ്ഞു നിന്നു. ശ്രീദേവി എത്ര ഉത്തരം പറയുന്നത്? പള്ളിവാലും കാൽച്ചിലമ്പും. ഓക്കെ, പള്ളിവാലും കാൽച്ചിലമ്പും. നിഷിത, നീതു, ഇപ്പം എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. അമൽ അബ്രഹ്മാം വീണ്ടും ചെമ്മീൻ പറഞ്ഞു. അനുപമ പള്ളിവാളിങ്ങാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ. നിർമ്മാല്യം ആദ്യം പറഞ്ഞു. നീലത്താമര പറഞ്ഞു. ഉത്തരം പള്ളിവാളും കാൽച്ചിലമ്പുമാണ്. എം ടിയുടെ കഥ, എം ടിയുടെ തിരക്കഥ, എം ടിയുടെ സംവിധാനം. ഏറ്റവും നല്ല ഫീച്ചർ ഫിലിമിനും ഏറ്റവും നല്ല നടനുമുള്ള 2 ദേശീയ അവാർഡുകൾ, അതേ അവാർഡുകൾ സംസ്ഥാനത്തും കിട്ടിയ സിനിമയാണ് നിർമ്മാല്യം. കഥയുടെ പേര് പള്ളിവാളും കാൽച്ചിലമ്പും. ഇപ്പോൾ നിഷാദിനും ശ്രീദേവിക്കും 6 പോയിന്റ് വീതമുണ്ട്. പവിത്ര, ലേഖ ഓരോ പോയിന്റ്, അജിത് രാജ് 1 പോയിന്റ്, അനുപമ 3 പോയിന്റ്. കാൻ അല്ല, ടിൻ ടിൻ. ഇനി ഒരു ഡയലോഗ് പറയാം. ആ ഡയലോഗ് സിനിമയിൽ പറയുന്നത് ആരാണെന്ന് പറയേണ്ടത്. വളരെ പ്രശസ്തമായ മലയാള സിനിമയാണ്, പഴയതാണ്.
ആ സിനിമയില് ആ ഡയലോഗ് പറയുന്ന വ്യക്തി ആരാണെന്നാണ് ചോദ്യം. വ്യക്തി ആരാണെന്നാണ് ചോദ്യം. കഥാപാത്രത്തിന്റെ പേരല്ല, സിനിമയുടെ പേരല്ല, സംവിധായകന്റെ പേരല്ല. ഇവനെ ഒരു മനുഷ്യനാക്കി വളർത്തുക. സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന സീനാണ്. തിരക്കഥയിൽ പറയുന്നത് പ്രകാരം ഇവനെ ഒരു മനുഷ്യനാക്കി വളർത്തുക, വലിയ മനുഷ്യനാക്കി വളർത്തുക. നായരും മാപ്പിളയും പുലയനും ഒന്നും ആക്കണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരുട്ടത്തേക്ക് ഇറങ്ങി നടന്നു. അതാണ് തിരക്കഥയിലെ ലാസ്റ്റ് ലൈൻ. ഇത് ഏത് സിനിമ എന്നുള്ള ചോദ്യം ഈ ഡയലോഗ് പറയുന്ന വ്യക്തി ആരാണെന്നാണ്. ഇവനെ ഒരു മനുഷ്യനാക്കി വളർത്തുക, വലിയൊരു മനുഷ്യനാക്കി വളർത്തുക. നായരും മാപ്പിളയും പുലയനും ഒന്നും ആക്കണ്ട. പഴയ സിനിമയാണ്. പറയുന്ന വ്യക്തിയുടെ ഒരിക്കല് ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് അയാളുടെ ഏതോ ഒരു ഉറ്റ സുഹൃത്ത് പിന്നാലെ പോയി കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ ഇപ്പോഴത്തെ റീസെന്റ് വായിച്ചിരുന്നു. അത് ആരാണ് വ്യക്തി എന്നാണ് ചോദ്യം. വ്യക്തി എന്നാണ് ചോദ്യം. അനുപമ, മമ്മൂട്ടി പറഞ്ഞു, ശ്രീദേവി സത്യൻ പറഞ്ഞു, അജിത്, മധു. വലിയ വിഷയം, വലിയ മനുഷ്യനാവുക. വലിയ മനുഷ്യനാവേണ്ട. ഞാൻ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ആൾ ആരാണെന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം കാരണം ആ പടം ഇറങ്ങിയ സമയത്ത് എൻ്റെ അച്ഛൻ പോലും ജനിച്ചിട്ടില്ല. ഇവനെ ഒരു മനുഷ്യനാക്കി വളർത്തുക, വലിയൊരു മനുഷ്യനാക്കി വളർത്തുക. നായരും മാപ്പിളയും പുലയനും ഒന്നും ആക്കണ്ട. അന്നത്തെ കാലഘട്ടം ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വിപ്ലവമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. മലയാളത്തിലെ മറ്റൊരു കഥാകൃത്തിന്റെ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ്. ഈ ഡയലോഗ് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ, സംവിധാനം. ഈ സിനിമ കാണാത്തവരുണ്ട് എന്നുള്ളത് എനിക്ക് അത്ഭുതമായി തോന്നുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. കഥ എഴുതിയിരിക്കുന്നത് ഉറൂബാണ്. അനുപമ, തിക്കുറിശി, വൈൽഡ് ഗസ്, നിഷാദ്, സ്വപ്ന, മുഹമ്മദ് പ്രസോ, സത്യനാണോ ആണോ അല്ലേന്നൊന്നും പറഞ്ഞു. നിങ്ങൾ ഉത്തരം പറ. കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ മറ്റൊരു പ്രമുഖ സാഹിത്യകാരനാണ്. തിരക്കഥയും സംവിധാനവും മറ്റൊരു കവിയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്നുള്ള വിചാരിച്ചല്ലോ. കഥ എഴുതിയിരിക്കുന്ന ഉറൂബ്. വിപ്ലവകരമായ സിനിമ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി നായിക ഒരു പുലയ സമുദായത്തിൽപ്പെട്ട യുവതിയായിരുന്നു, ശങ്കരൻ നായർ. അനാമിക ഇവിടെ വഴിയിലുണ്ടായിരുന്നു. അച്ഛൻ പോലും ജനിക്കാത്ത സിനിമ അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കാമായിരുന്നു. രാച്ചിയമ്മ ഉറൂബ്. അജിത്ത്, രാച്ചിയമ്മ ഒന്നുമല്ല, സിനിമ നീലക്കുയിലാണ്.
പക്ഷെ ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ വിചാരിച്ചത്. ഉറൂബിന്റെ കഥയ്ക്ക് തിരക്കഥയും സംവിധാനം എല്ലാം പി ഭാസ്കരൻ ചെയ്തിട്ടുള്ള സിനിമ. ഇദ്ദേഹം പോസ്റ്റ്മാൻ ശങ്കരൻ നായർ റോള് അവതരിപ്പിച്ചു. ഉത്തരം പി ഭാസ്കരൻ. നിഷാദ് ആദ്യം പറഞ്ഞു. നിഷാദ് അല്ല ആദ്യം പറഞ്ഞത്. ഒരു സെക്കൻഡ്. നിഷാദിന് ഇപ്പോൾ 7 പോയിന്റ്, ശ്രീദേവിക്ക് 6 പോയിന്റ്, പവിത്രയ്ക്ക് 1 പോയിന്റ്, ലേഖയ്ക്ക് 1 പോയിന്റ്, അനുപമ 3 പോയിന്റ്, അജിത് രാജ് 1 പോയിന്റ്. 3, 4, 5, 18. ഒരു 2-3 ചോദ്യം കൂടി കഴിഞ്ഞ് നിർത്താം. നിങ്ങളുടെ കാലഘട്ടത്തിലെ ഫിലിം ഇട്ട് ഞങ്ങളുടെ സമയത്തിലേക്ക് വാ. നിങ്ങൾ കുട്ടികളുടെ സമയത്തുള്ള ചോദ്യം വെച്ചിട്ട് ആരും ഉത്തരം പറഞ്ഞില്ല. മലയാളത്തിൽ ഭയങ്കര പോപ്പുലറായ ഒരു സിനിമയെ കുറിച്ച് പറയാം. അതിന്റെ കഥ എഴുതിയിരിക്കുന്നത് വേലൂർ കൃഷ്ണൻകുട്ടിയാണ്. ഇതൊരു രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സിനിമയാണ്. ഇപ്പോഴും ആളുകൾ കാണുന്ന സിനിമയാണ്. സംവിധായകൻ ആണ്. സിനിമയുടെ പേര് വേറെ തന്നെയായിരുന്നു. പി ഭാസ്കരനാണ് ഉത്തരം. ശ്രീദേവി. നിഷാദ് ആദ്യം പറഞ്ഞത്. വേലൂർ കൃഷ്ണൻകുട്ടിയുടെ ചെറുകഥയെ ആസ്പദമാക്കി ഒരു പ്രശസ്ത സംവിധാനം ചെയ്ത രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സിനിമ. ഇതിപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യാണെന്ന് തോന്നുന്നു. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. എല്ലാവരും പഞ്ചവടി പാലമാണ്. നിഷാദ്, പവിത്ര, ശ്രീദേവി, അനുപമ, ദിവ്യ, സിൽവി, അജിത് എല്ലാവരും പഞ്ചവടി പാലം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം കേൾക്കാത്തവരുണ്ടോ? ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് നിഷാദ്. നിഷാദിന് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. കളിൽ ഇറങ്ങിയ ഒരു മലയാള സിനിമയെ കുറിച്ചല്ല ചോദിക്കുന്നത്. ഇത് എഴുത്തുകാരൻ എഴുതിയ കഥയുടെ അതേ പേരിൽ തന്നെയാണ് സിനിമയും ഇറങ്ങിയുള്ളത്. തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ അദ്ദേഹം തന്നെയാണ്. സുകുമാരിക്ക് ഏറ്റവും മികച്ച സഹനടിക്കുള്ള ഫിലിം ക്രിട്ടിക് അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഈ സിനിമയുടെ റോളിന് കിട്ടിയിട്ടുണ്ട്. സുകുമാരിക്ക് ഏറ്റവും മികച്ച ക്യാരക്ടർ റോളിനുള്ള ഫിലിം ക്രിട്ടിക് അവാർഡും കേരള സംസ്ഥാന അവാർഡും ഈ സിനിമയുടെ റോളിനാണ് കിട്ടിയിട്ടുള്ളത്. ആ റോള് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. സിനിമ ഏതാണെന്ന ചോദ്യം. 80കളിൽ ഇറങ്ങിയ സിനിമയാണ്. വീഡിയോ പോയി. വേറെ എല്ലാവർക്കും പോയോ? ആക്ച്വലി എനിക്കൊരു ഡൾ ദിവസമാണോ ബാക്കിയുള്ളവർക്ക് ഡൾ ദിവസമാണോ അത് നെറ്റിന് ഡള്ളാണോ ഒന്നും അറിയില്ല. കുറേ പേര് വരുന്നത് കാണുന്നുണ്ട്. ടെക്സ്റ്റുകൾ വരുന്നത് കാണുന്നില്ല. നെറ്റിൻ്റെ ഇഷ്യൂ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കളിൽ ഇറങ്ങിയ മലയാള സിനിമ. സുകുമാരിക്ക് കേരള ഫിലിം ക്രിട്ടിക് അവാർഡും കേരള സ്റ്റേറ്റ് അവാർഡും നേടിക്കൊടുത്തത് ഈ സിനിമയാണ്. സിനിമ ഏതാണ്?
ഇപ്പോൾ കാണാം. ഇപ്പം ഇത്ര നേരം കാണുന്നുണ്ടായിരുന്നില്ല. ചോദ്യം വന്നില്ലേ, വീഡിയോ പോയി. ശ്രീദേവി ചോദ്യം കിട്ടിയില്ലേ? നിഷാദ് അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ, പവിത്ര അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ, അനുപമ, പവിത്ര, നിഷിബ എല്ലാവരും അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞിട്ട് നിർത്താം. എനിക്ക് ഡ്യൂട്ടിക്കും പോവാം. മഞ്ജു ശ്രീകുമാർ, ഒരു ക്ലൂ കൂടി തരാൻ. അത് പത്മരാജന്റെയാണ് സിനിമ. നിഷിബ, നിഷി, കാര്യം നിസാര. ഉത്തരം അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിലാണ്. നിഷാദ് ആദ്യം പറഞ്ഞു. നിഷാദിന് 1 പോയിന്റ്. പിന്നെ പവിത്ര, അനുപമ, ശ്രീ എല്ലാം പിന്നീട്, നിഷിബ എല്ലാം പിന്നീട് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 ചോദ്യം കൂടിയേ ഇത് നിർത്താം. 80കളുടെ അവസാനം നിഷിബ കൂടെ എവിടെ? അല്ല, ഉത്തരം അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ. നിഷിബ. മലയാള സിനിമയിൽ നെഗറ്റീവ് റോൾ ചെയ്തുകൊണ്ട് വന്ന ഒരു നടൻ പിന്നീട് 90കളുടെ അവസാനമാകുമ്പോൾ നായകവേഷം കിട്ടി തുടങ്ങി. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ നടൻ നായകന്റെ ടീമിലായിരുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു. അങ്ങനെ അയാളെ കുറിച്ച് എപ്പോഴും പറയും. ഇദ്ദേഹം ലോമപാതൻ എന്നൊരു ക്യാരക്ടർ ചെയ്തു. ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് കരിയറിന്റെ തുടക്കമായിരുന്നു. 4 സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോമപാതൻ എന്ന റോള് ചെയ്ത സിനിമ, അതിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നൽകിയത് മറ്റൊരു പ്രമുഖ നടനാണ്. ലോമപാതൻ എന്ന റോള്, അതിൽ അദ്ദേഹത്തിന് ശബ്ദം നൽകിയത് മറ്റൊരു നടനാണ്. ആ ശബ്ദം നൽകിയ ആളാരാണ് എന്നാണ് എന്റെ ചോദ്യം. സോറി, ശബ്ദം നൽകിയ ആളാരാണെന്ന് എന്റെ ചോദ്യം. ഇദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തത് ആരാണെന്ന്. ആ ശബ്ദം ആരും മറക്കണ്ടാവില്ല. മഞ്ജു ശ്രീകുമാർ ആദ്യ ഉത്തരം പറഞ്ഞു എന്നോ? മഞ്ജു ശ്രീകുമാർ, ബാബു എൻ്റെ. ഞാൻ ശബ്ദം നൽകിയ ആളാണ് ചോദിച്ചത്. ഡൈന റഹീം, എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി നമ്പ്യാർ, മഞ്ജു ശ്രീകുമാർ, ഡൈന റഹീം, അനുപമ, മോഹൻ, ബാബു ആന്റണി, നരേന്ദ്രപ്രസാദ് ഉത്തരം പറഞ്ഞു. സൗണ്ട് കൊടുക്കുന്നത് നരേന്ദ്രപ്രസാദ്. വൈശാലിയിലെ രാജാവല്ല, അംഗരാജ്യത്തെ രാജാവാണ് പവിത്ര. ഉത്തരം ബാബു ആന്റണിക്ക് വേണ്ടി ശബ്ദം നൽകിയത് നരേന്ദ്രപ്രസാദാണ്. മഞ്ജു ശ്രീകുമാർ, സാരില്ല, നല്ല ഉത്തരം പറഞ്ഞല്ലോ. സമാധാനം. ഇതിൽ കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സന്തോഷം. ഇനി ഞാൻ ലാസ്റ്റ് ചോദ്യം ചോദിക്കാം. ഞാൻ ആണ് ബാബു ആന്റണി നരേന്ദ്രപ്രസാദും ആദ്യം പറഞ്ഞത് തോന്നുന്നു. ഡൈന റഹീം, എനിക്ക് ആദ്യം 2 ഉത്തരം വന്നത് അജിത് രാജിന്റെയാണ് എന്റെ സ്ക്രീനില്. ബാബു ആന്റണി മാത്രമായിട്ട് ആദ്യം പറഞ്ഞത് മഞ്ജു ശ്രീകുമാറാണ്. ഡൈന സെക്കൻഡാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അനുപമ പറഞ്ഞിരുന്നു. അജിത് രാജ് ബാബു ആന്റണിയും പറഞ്ഞു, അജിത് രാജ് നരേന്ദ്രപ്രസാദ് രണ്ടും പറഞ്ഞു. അജിത് രാജിന്റെ ഉത്തരമാണ് ആദ്യം വന്നത്.
ഇനി ഈ ലൈവിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നവർക്ക് മാത്രം കുറച്ചൊരു ബെനിഫിറ്റ് ഉള്ള ഒരു ചോദ്യമാണ്. ഞാൻ വെറുതെ ഒരു പാട്ട് മൂളിയിരുന്നു. അതൊരു സിനിമാ പാട്ടല്ല, പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ഇപ്പോഴും വലിയ പുലികളാണ്. ആ പാട്ടിൽ 2 വരി പറയാം. ഈ പാട്ട് ഏത് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തയ്യാറായി ചെയ്ത പാട്ടാണ് എന്നാണ് എന്റെ ചോദ്യം. പാടിയിരിക്കുന്നത് ചിത്രയാണ്, എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്, സംഗീതം നൽകിയിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. നിങ്ങൾ ഉത്തരം ആദ്യമേ പറയണ്ട, ഞാൻ പാട്ടിന്റെ വരി പറയാം. ഞാൻ ആദ്യത്തെ ക്ലൂകളെല്ലാം ആദ്യം പറഞ്ഞതേ ഉള്ളൂ. പാടിയിരിക്കുന്ന ചിത്ര, ഇതിന്റെ ലാസ്റ്റ് ചോദ്യമാണ്. പാടിയിരിക്കുന്ന ചിത്ര, സംഗീതം നൽകിയിരിക്കുന്നത് എം ജയചന്ദ്രൻ, എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്. ഈ പാട്ടിനൊരു 20 വർഷത്തിലധികം പഴക്കമുണ്ടായിരിക്കും. സിനിമാ പാട്ടല്ല. പക്ഷെ ഈ ഏത് പരിപാടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ പാട്ടെടുത്തത് എന്നാണ് പറയേണ്ടത്. പ്രോഗ്രാമിന്റെ പേരാവാം, പരിപാടിയുടെ പേരാ, എന്തും ആവാം. നിങ്ങൾ എന്തിനു വേണ്ടി എടുത്ത പാട്ടാണെന്ന് പറയണം. ഞാൻ ഇത് ലൈവ് വന്ന സമയത്ത് പാട്ടിന്റെ ചെറിയ ഒരു മൂളൽ ചെയ്തിരുന്നു. ഒരു ദീർഘനിദ്ര വിട്ടുണരുന്ന വേളയിൽ ശരദിന്ദു നാളം തെളിഞ്ഞു നിന്നു. പവിത്ര, ഞാൻ പറഞ്ഞു വരി പറയാം, എന്നിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. വസുന്ധര മെഡിക്കൽസ്, വിജയൻ. ചോദ്യം പറഞ്ഞു തീർന്നു, എല്ലാവരും ഉത്തരം അതിലേക്ക് എത്തിയല്ല. വസുന്ധര മെഡിക്കൽ, ശ്രീദേവി, പവിത്ര. ആ ചേച്ചി എന്ത് ചെയ്യാനാ? ഞാൻ പൊന്നു, ഞാൻ ഈ കളിക്കില്ല, എൻ്റെ രാജിക്കത്ത്. ഇങ്ങനെ രാജിവെക്കല്ലേ? ഒരു ദീർഘനിദ്ര വിട്ടുണരുന്ന വേളയിൽ ശരദിന്ദു നാളം തെളിഞ്ഞു നിന്നു. ചിത്ര പാടിയ പാട്ടാണ്. എം ജയചന്ദ്രൻ, റഫീഖ് അഹമ്മദ്. അയ്യോ, ഡൈന പോവല്ലേ. ശ്രീദേവി, ശമനതാളം. ഞാൻ ഇവിടെ എല്ലാവരുടെയൊക്കെ പ്രായത്തിനെ പരിഗണിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മീൻസ് എല്ലാവരും കണക്ട് ആവുന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. ഈ പാട്ടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അന്നൊന്നും ഇത്രയധികം പ്രോഗ്രാം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പാട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു ആ സമയത്ത്. ആർക്കും ഉത്തരം അറിയില്ല. ശമനതാളം, ശ്രീദേവി നമ്പ്യാർ. ഞാൻ വളരെ ചെറിയ കുഞ്ഞാണ്. ആർക്കും ഉത്തരല്ലേ? ടൈറ്റിൽ സോങ് ആണ്. അറിയില്ല. സെയിം ടു യു. ഒരു ദീർഘനിദ്ര വിട്ടുണരുന്ന വേളയിൽ ശരദിന്ദു നാളം തെളിഞ്ഞു നിന്നു. ദൂരദർശൻ ആണോ എന്ന് നിഷ. അല്ല, ദൂരദർശൻ അല്ല. ജയശ്രീ ജോൺ, ഹായ്. ജയശ്രീ ജോണിന് ആരെങ്കിലും ഒരു കസേര ഇട്ട് കൊടുക്കൂ. നിഷാദ് ബല, ശമനതാളം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. വളരെ നേരത്തെ എത്തിക്കുന്നു ജയശ്രീ. അജിത് രാജ് ശമനതാളം പറഞ്ഞു, നിഷാദ് ശമനതാളം പറഞ്ഞു, ഫസ്റ്റ് ശ്രീദേവി പറഞ്ഞു. പാട്ട് കേൾക്കാത്തവരുണ്ടോ? അത് മൺവീണയിൽ മഴ ശ്രുതിയുണർത്തി മറവികളെന്തിനോ ഹരിതമായി
ഉപബോധ കിരികളിൽ അതികൂടലഹരിയിൽ ഹൃദയമാം പുലർകാല നദിക്കിനി. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബാലചന്ദ്ര മേനോൻ, നീന ഇവരൊക്കെ അഭിനയിച്ച ശ്യാമലതാളം സീരിയലിലെ ടൈറ്റിൽ സോങ് ആണ് ജ്വാലയായി. ദൂരദർശൻ അല്ലേ? കഴിഞ്ഞ് കേട്ടിട്ടില്ല എന്നാ, എനിക്ക് ഭാഗ്യമില്ല. നല്ലൊരു പാട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിശ ഇത് യൂട്യൂബിലോ എവിടെയെങ്കിലും എടുത്ത് കേട്ടോ, നല്ല പാട്ടാണ്. അപ്പം ഇന്നത്തെ പോയിന്റ് തന്നെ പറയട്ടെ. ഇത് ലാസ്റ്റ് ചോദ്യമായിരുന്നു. അജിത് രാജ് 2 പോയിന്റ്, ലേഖ 1 പോയിന്റ്, പവിത്ര 1 പോയിന്റ്, അനുപമ 3 പോയിന്റ്, ശ്രീദേവി 7 പോയിന്റ്, നിഷാദ് 9 പോയിന്റ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എറിഞ്ഞു നോക്കിയാൽ ജയശ്രീ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജ്വാലയായി നമുക്കൊരു ഫസ്റ്റത്തെ മെഗാ സീരിയലായിട്ട് എങ്ങാനും വേണമെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ ജ്വാലയായി പറയാം. ഫസ്റ്റ് മെഗാ സീരിയലായിരിക്കില്ലേ? അത് മാനസിയാണോ? അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഒരുപാട് പേര് വാച്ച് ചെയ്യാനുണ്ട്. പക്ഷെ ഉത്തരം പറഞ്ഞവർ വളരെ കുറവാണ്. ഇന്ന് 6 പേരേ ഉള്ളൂ പോയിന്റ് ടേബിളിൽ. നിഷാദ്, ശ്രീദേവി, അനുപമ, കൺഗ്രാറ്റ്സ്. ഫസ്റ്റത്തെ 3 സ്ഥാനം നിഷാദ്, ശ്രീദേവി, അനുപമ എടുത്തിരിക്കുന്നു. അജിത്തിന് 4, ലേഖ, പവിത്ര ഓരോരോ പോയിന്റ്. ഇന്ന് ആക്ച്വലി പക്ഷെ ഉണ്ടല്ലോ ഒരുപാട് പേര് ലൈവ് ലിങ്ക് കണ്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പുറനാട്ടുകാരായിരുന്നു. ഒരു സന്തോഷമുണ്ട്. ഒരു പ്രമുഖ സിനിമയുടെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ തിരക്കഥാകൃത്ത് ഇന്ന് നമ്മുടെ ലൈവ് കാണാൻ വന്നു നിഷാദ് വഴി. അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ട്. ലാപ്പത്ത ലേഡീസിന്റെ തിരക്കഥ എഴുതിയ ബായ്. ഇത് ഞാനല്ലേ പറഞ്ഞു ശ്രീദേവി. ഏതാണ്? ശമനതാളോ? ആ, ശ്രീദേവിക്കാണ് പോയിന്റ് തന്നത്. ശമനതാളത്തിന്റെ പോയിന്റ് ശ്രീദേവിക്ക് തന്നത്. ഞാൻ പക്ഷെ ഒരുപാട് പേര് ഉത്തരം പറയുന്നു വിചാരിച്ചതാണ്. പോരാത്തിന് ലൈവ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വെറുതെ അറിയാണ്ട് മൂളിപ്പോയി. അപ്പൊ രമ്യ ഭാരതി അത് ശമനതാളം എന്ന് പറയും ചെയ്തു തോന്നുന്നു. ശമനതാളം എന്ന് പറഞ്ഞില്ല, മൺവീണയിൽ നിന്ന് പാടുകയും ചെയ്തു. താങ്ക് യു നിഷാദ്. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ തവണ ഞാൻ ലൈവ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് ചാറ്റ് മെസ്സേജ് കാണാത്തതാണോ നെറ്റിൻ്റെ ഇഷ്യൂ ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിത് നിർത്തല്ലേ? പവിത്ര, ജയശ്രീ എല്ലാവരും പോയി തോന്നുന്നു. എല്ലാവർക്കും നന്ദി, താങ്ക്സ്. ഇനി അടുത്താണ് കാണാം.